പുതുപ്പള്ളി എം.എൽ.എ. ചാണ്ടി ഉമ്മൻ്റെ UK സന്ദർശനം വിവാദമാകുന്നു. നയതന്ത്ര പ്രോട്ടോകോൾ ലംഘനം നടത്തി ചാണ്ടി ഉമ്മൻ UK സർക്കാരിലെ മന്ത്രിമാരുമായി അടക്കം നടത്തിയ ഉഭയകക്ഷി ചർച്ചകളാണ് വിവാദമാകുന്നത്. പ്രോട്ടോകോൾ ലംഘനം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയത്തിനും പരാതി ലഭിച്ചിട്ടുണ്ട്. UK മലയാളി നഴ്സുമാരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തിയെന്നായിരുന്നു ചാണ്ടി ഉമ്മൻ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചതും അത് ചില മാധ്യമങ്ങൾ വാർത്തയാക്കിയതും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, നമുക്കറിയാം ചാണ്ടി ഉമ്മൻ MLA ആണ്, അദ്ദേഹം ജനപ്രതിനിധിയാണ്, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ മറ്റൊരു വിദേശ രാജ്യത്ത് പോയി ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ MLAക്ക് അധികാരമില്ല. അതൊക്കെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയമാണ് അല്ലെങ്കിൽ ഭാരത എംബസിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു MLA പോയല്ല അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. പ്രോട്ടോകോൾ ലംഘനമാണ്, കടുത്ത പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, അവിടുത്തെ മലയാളി നഴ്സുമാരുമായി സംസാരിക്കുന്നു, അവരുമായി സംസാരിച്ച വിഷയങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നു. അപ്പോൾ എന്തോ ഇന്ത്യയുടെ ഒരു പ്രതിനിധിയായി പോയി അവിടെ സംസാരിച്ചതുപോലെയൊക്കെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അത് പ്രോട്ടോകോൾ ലംഘനമാണ്, അക്കാര്യത്തിൽ പരാതി വന്നിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ജിജീഷ്? വിനോദ്, ശില്പ, ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ പ്രോട്ടോകോൾ ലംഘനം തന്നെയാണ് ചാണ്ടി ഉമ്മൻ നടത്തിയിരിക്കുന്നത്. ഒരു പുതുപ്പള്ളി MLA എങ്ങനെ രാജ്യത്തെ വിഷയങ്ങൾ മറ്റൊരു രാജ്യത്തെ മന്ത്രിമാരുമായി ചെന്ന് സംസാരിക്കുമോ, എങ്ങനെ അവിടെ പ്രശ്നപരിഹാര ചർച്ചകൾ നടത്തും എന്ന കാര്യം വലിയൊരു ചോദ്യം തന്നെയാണ്. എന്നാൽ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും പ്രസക്തമല്ല. എല്ലായിടത്തും ഇവിടെ എങ്ങനെയാണോ എന്നതുപോലെ അവിടെ വിദേശത്ത് നിന്ന് അവിടെയുള്ള മന്ത്രിമാരുമായി ഞാനാണ് ചർച്ചകൾ നടത്തുന്നത്. ആ ചർച്ചകളിലൂടെ ഞാൻ പ്രശ്നപരിഹാരങ്ങൾ ഉണ്ടാക്കും. UK മലയാളി നഴ്സുമാരുടെ ആണെങ്കിലും UK കെയർ ടേക്കർമാരുടെ എല്ലാം പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നു എന്നെല്ലാം വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് ഈ പ്രോട്ടോകോൾ ലംഘനം കൃത്യമായി തന്നെ മനസ്സിലാക്കാനും നമുക്ക് കഴിയുന്നത്. സാധാരണ നിലയിൽ വിദേശകാര്യ മന്ത്രാലയം ചുമതലപ്പെടുത്തുന്ന, കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തുന്ന ആളുകൾക്ക്, അത്തരത്തിലുള്ള ജനപ്രതിനിധികൾക്ക് മാത്രമാണ് മറ്റു രാജ്യങ്ങളിൽ ചെന്ന് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഭാരതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നയതന്ത്ര വിഷയങ്ങളിലെല്ലാം തന്നെ ഏതെങ്കിലും ഒരു അഭിപ്രായം അവിടെയുള്ള ആളുകളോടും അവിടെയുള്ള അവിടെ പ്രധാനപ്പെട്ട പദവികളിൽ ഇരിക്കുന്ന മന്ത്രിമാരാണെങ്കിലും പാർലമെന്റ് അംഗങ്ങളാണെങ്കിലും എല്ലാം തന്നെ അത്തരം ആളുകളോടെല്ലാം തന്നെ ചർച്ച ചെയ്യുമ്പോൾ അതിന് കേന്ദ്രത്തിന്റെ അനുമതി വേണം. എന്നാൽ ഇവിടെ യാതൊരു അനുമതിയുമില്ല. സാധാരണ സന്ദർശനത്തിന്റെ ഭാഗമായി യാത്ര തിരിച്ചതാണ് പുതുപ്പള്ളിയുടെ MLA. അങ്ങനെയുള്ള ഒരാൾ അവിടെ ചെന്ന് അവിടെയുള്ള ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നു. ആ ഒരു പ്രശ്നങ്ങളെ സംബന്ധിച്ചുകൊണ്ട് വിശദമായ ചർച്ചകൾ നടത്തി എന്നെല്ലാമാണ് സമൂഹ മാധ്യമത്തിലടക്കം കുറിക്കുകയും ചെയ്തത്. ILR വിഷയത്തിലാണ്. അത് 10 വർഷമാക്കി വർദ്ധിപ്പിച്ച ഒരു ആശങ്ക നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു, കെയർടേക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം അവർ ഉന്നയിച്ചു എന്ന് പറഞ്ഞാണ് ചാണ്ടി ഉമ്മൻ ആ പ്രശ്നത്തിൽ യാദൃച്ഛികമായി ചെന്ന് കയറുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി അനുദിനം സമൂഹ മാധ്യമ പോസ്റ്റുകൾ ഇടുകയും ചെയ്യുന്നത്. ചില മലയാള മാധ്യമങ്ങളിലടക്കം അത് വാർത്തയാക്കി ചാണ്ടി ഉമ്മൻ വരുത്തുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെയാണ് അവിടെ തന്നെ കൃത്യമായി തന്നെ സാം എന്നയാൾ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ എന്ത് അനുമതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ചാണ്ടി ഉമ്മന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്? ഏതെങ്കിലും തരത്തിൽ ചാണ്ടി ഉമ്മനെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ വിദേശകാര്യ മന്ത്രാലയമോ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളോ ഏതെങ്കിലും തരത്തിലുള്ള അനുമതികൾ ചാണ്ടി ഉമ്മൻ ഇത്തരം ചർച്ചകൾക്ക് നൽകിയിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് വിദേശകാര്യമാണെങ്കിലും അന്താരാഷ്ട്ര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നതിന് അതിന് രാജ്യത്തിന്റെ അനുമതിയോട് പോയി വേണം ചർച്ച ചെയ്യാൻ. മാത്രമല്ല, ഇവിടെ നിന്നുള്ള മന്ത്രിമാരാണെങ്കിലും MLA-മാരാണെങ്കിലും മറ്റൊരു രാജ്യം സന്ദർശിക്കുന്നതിന് പോലും കൃത്യമായി തന്നെ കേന്ദ്ര അനുമതികൾ ലഭ്യമാക്കേണ്ടതുണ്ട്. എന്നാൽ ആ അനുമതികൾക്കും അപ്പുറം അവിടെ ചർച്ചകൾ നടത്താൻ ആരാണ് ചാണ്ടി ഉമ്മന് അധികാരം നൽകിയത്? അത്തരത്തിലുള്ള ചർച്ചകൾ പരസ്യമാക്കാനും അത്തരം തീരുമാനങ്ങൾ വന്നോ എന്ന് പോലും ഉറപ്പില്ലാത്ത തീരുമാനങ്ങൾ താൻ മൂലം എടുപ്പിച്ചു എന്നെല്ലാമുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കാനും എങ്ങനെ ചാണ്ടി ഉമ്മന് കഴിയുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ ലംഘനമാണ് കണ്ടെത്തി കഴിഞ്ഞാൽ കടുത്ത നടപടി ചാണ്ടി ഉമ്മൻ MLA-ക്കെതിരെ എടുക്കണമെന്നാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ വിദേശകാര്യ മന്ത്രാലയമാണ് ഇനി സ്വീകരിക്കുക. അതെ, തീർച്ചയായും ചാണ്ടി ഉമ്മൻ MLA അങ്ങനെ UK സന്ദർശനം നടത്തുന്നു. അവിടെ മന്ത്രിമാരുമായിട്ടൊക്കെ ചർച്ച നടത്താൻ ചാണ്ടി ഉമ്മൻ ആരാണ് അധികാരം കൊടുത്തത്? പുതുപ്പള്ളിയിലെ എന്താ കാര്യം ചോദിക്കേണ്ടി വരും എന്നുള്ളതാണ്. പുതുപ്പള്ളിയിലെ
ഒരു ജനപ്രതിനിധി പോയി ഭാരതവും UK തമ്മിലുള്ള നയതന്ത്രപരമായ കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ മന്ത്രിമാരുമായി സംസാരിക്കുക, എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ഇവിടെ മാധ്യമങ്ങളോട് പറയുക, ഏതോ ദൂതനെ പോലെ അവിടെ പോയി എല്ലാം, എന്നാൽ പിന്നെ പ്രധാനമന്ത്രി ആയാൽ മതിയല്ലോ അല്ലേ? MLA-കാരും വലിയ പണിയാണ് ചെയ്യുന്നതെങ്കിൽ അത് മതി. അപ്പോൾ എന്തായാലും പ്രോട്ടോകോൾ ലംഘനം നടന്നിട്ടുണ്ട്. ആ വാർത്തയാണ് ജിജീഷ് കർണാകരൻ നൽകിയത്.